ഇന്ന് കാണിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. ലഞ്ചൊക്കെ അമ്മ ചെയ്തോളും. സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് തേങ്ങ വറുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് കായം ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിക്കുക. വെളുത്തുള്ളിയും കൂടെ ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പരിപ്പ് 1 ടേബിൾ സ്പൂണ്, ഉഴുന്ന് 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് 1/4 ടീസ്പൂണ്, ജീരകം 1/4 ടീസ്പൂണിലും കുറവ് ഇട്ടിട്ട് അതും നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 വറ്റൽമുളക്, എരിവിനനുസരിച്ച് ആവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 10 ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നന്നായി വഴറ്റണം. ഒരു 10 മിനിറ്റോളം നന്നായി വഴറ്റണം. ഒരു ചുമന്ന കളറായി വരും. സിമ്മിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, ഹൈയിലിട്ട് വഴറ്റിയാൽ നമ്മൾക്ക് ആ ഒരു ഇത് കിട്ടില്ല, പെട്ടെന്ന് തേങ്ങ മൂത്ത് പോവും. അതുകൊണ്ട് സിമ്മിലിട്ട് നന്നായിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. ഇതേപോലെ ബ്രൗൺ കളറായി വരും. അപ്പോൾ അത് തണുക്കാൻ വയ്ക്കാം. അതിനിടയിൽ ഞാനും അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സാമ്പാർ വയ്ക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തെ ഇത് നോക്കുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. പൂരിയാണ് ഇന്ന്, പൂരിയും കടലക്കറിയും. കുക്കറിൽ അമ്മ സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെയാണ് വേവിക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്ക വഴറ്റി ഇടണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക വഴറ്റുക. എന്നിട്ട് ആ കുക്കറിൽ തന്നെ ഇട്ടാൽ മതി. കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞ് പോവും. എൻ്റെ പരിപ്പ് വേഗം വേകുന്നതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചിട്ടത്. എന്നിട്ട് ഒരു വിസിൽ വരാൻ വെക്കുന്നുണ്ട്. വിസിൽ വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങേൻ്റെ അരപ്പ് നല്ലതുപോലെ അരച്ചിട്ട്, പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് തളിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില മൂപ്പിച്ച് എടുത്തിട്ട് നമുക്ക് സാമ്പാറിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ സാമ്പാർ. എന്താ പറയുക, അമ്മ വയ്ക്കുന്ന പോലെയൊന്നും ഞാൻ വെച്ചാൽ ആവില്ല. പാലക്കാട് ഭാഗത്താണ് ഇങ്ങനെ വറുത്തരച്ച സാമ്പാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് സാമ്പാറൊക്കെ ആയി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം, തോരനും എല്ലാം ആക്കി വെച്ചു കേട്ടോ. ഞങ്ങളപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് അമ്മ നാളെ പോവുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ചെടികൾ വേണമെന്ന് പറഞ്ഞു, റോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മേനെയും കൂട്ടി റോസൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അവിടെ എത്തി അമ്മ കുറേ ചെടികളൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഒന്നും വരാറില്ല. അമ്മയ്ക്കും അച്ഛനും ചെടികൾ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്താ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒന്നും വളരാറില്ല. ഇവിടെ നിന്ന് പൂത്ത് നിൽക്കുന്നതേ ഉള്ളൂ, അവിടെ കൊണ്ടുപോയാൽ പൂക്കാറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.